നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അഫർമേഷൻസ് പറയുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, പക്ഷെ റിസൾട്ട് കിട്ടുന്നില്ല. ചിന്തിച്ചിട്ടുണ്ടോ? ആക്ച്വലി മോസ്റ്റ് ആളുകളും വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. ഈ പ്രകൃതിയിൽ 12 പ്രകൃതി നിയമങ്ങളുണ്ട്. അതിൽ ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ലോ ഓഫ് വൈബ്രേഷൻ? ഞാനും നിങ്ങളും ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഊർജത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എനർജിയിലാണ്. നമ്മൾക്കറിയാം എവറിത്തിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എനർജി. എവിടെയൊക്കെ എനർജി ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ട്? ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വസ്തുക്കളും, നമ്മുടെ ചിന്തകൾ ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചലനം എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും അട്രാക്ട് ചെയ്യുന്നത്. ലോ വൈബ്രേഷൻ അഥവാ ലോ എനർജി ഉള്ള ഒരു വ്യക്തിക്ക് ലോ ആയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഗിൽട്ടില്, ഷെയിമില്, ജലസ്, ഫിയർ, ആങ്കർ തുടങ്ങിയ ലോ ഇമോഷൻസിലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതേസമയം ഹൈ വൈബ്രേഷനുള്ള അഥവാ ഹൈ എനർജി ഉള്ള ഇമോഷൻസുകളായ ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്, പീസ്, അക്സെപ്റ്റൻസ് തുടങ്ങിയ ഇമോഷൻസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള അനുഭവങ്ങളും ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ലോ ഓഫ് വൈബ്രേഷന് വളരെയധികം പ്രാധാന്യമുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, പക്ഷെ നമ്മളുടെ വൈബ് എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ലെവലിലാണെങ്കിൽ ആ ലെവലിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മാത്രമാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.